Hey darlings, welcome to my YouTube channel. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു മസാല ദോശ കഴിക്കാൻ തോന്നി. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടി മസാല ദോശ കഴിക്കാൻ പോകുന്ന വീഡിയോ ആണിത്. അപ്പൊ പോണ വഴിക്ക് ഞാൻ അവളെയും കാത്ത് നമ്മളുടെ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിൽക്കണാണ്. ആക്ച്വലി ഞാൻ ഈ കാണിക്കണത് അവിടെ ഉണ്ടായ ഒരു കുഴിയാണ്. അതായത് ബസ് സ്റ്റോപ്പ് അല്ല, ആ ദിര ജ്വല്ലറിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുഴി ഉണ്ടായി. നമുക്ക് ഭയങ്കര എന്താ പറയാ, ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകാൻ പറ്റുന്ന രീതിയിലൊരു കുഴിയാണ് ഉണ്ടായിരിക്കണത്. അത് നല്ല രീതിയിൽ ആ ബസ്സുകാരൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ വീഴാനും, അല്ലെങ്കിൽ ബസ് വന്ന് നിൽക്കുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം നമ്മുടെ മേത്ത് തെറിക്കാനൊക്കെ ഭയങ്കര ഒരു ഇതുണ്ട്. അപ്പൊ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കുഴിയാണത്. പിന്നെ ഞാൻ അവളെയും കാത്ത് കുറേ നേരം നിന്നു. എനിക്ക് നല്ല പട്ടി പോസ്റ്റ് തന്നു അവള്. കുറേ നേരം ഞാൻ അവളെയും കാത്ത് നിന്നിട്ടാ. ആദ്യം മഴ ഉണ്ടായില്ല ഞാൻ നിന്ന ടൈമില്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഈ കുഴി കാണിക്കണത്, ഞാൻ അവിടെ നിൽക്കുന്ന ടൈമിൽ ബസ് നല്ല സ്പീഡിൽ വന്ന് നിർത്തിയപ്പോ അവിടെ നിന്ന് വെള്ളം തെറിച്ച് ഞങ്ങളുടെയൊക്കെ മേത്ത് വീണ്. പിന്നെ ആണെങ്കിൽ മഴ പെയ്ത്. മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. ആ മഴ പെയ്യും തോറും ഈ കുഴിയിലോട്ട് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കണേണ്. അപ്പൊ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കുഴിയാണ്. പിന്നെ അത് കഴിഞ്ഞ് എന്റെ ഫ്രണ്ട് വന്ന്, ഇതാണ് ഐശ്വര്യ, എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത ഞാൻ എന്റെ 2-3 ഫ്രണ്ട്സിനെ വിളിച്ചു നോക്കി. പക്ഷെ ആ ടൈമിൽ ആരും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ അഭിരാമി ഹോട്ടലാണ് വന്നത്. പിന്നെ അവിടെ വന്നിട്ട് 2 മസാല ദോശയും 2 കോഫിയും വാങ്ങിച്ച് നല്ല ഒരു കോഫി കുടിക്കാനായിരുന്നു ഞാൻ പോയത്. കാരണം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, മസാല ദോശയും കൂടി കഴിക്കാന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ ഇവിടെ കാണുന്നോണ്ട് കുറച്ച് വർത്തമാനം പറഞ്ഞ്, എപ്പൊ കണ്ടാലും വെറുതെ ഇങ്ങനെ കിടന്ന് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാനും ഞാൻ കുറെ കാര്യമൊക്കെ കുറച്ച് പറയാനുണ്ടായിരുന്നു. അപ്പൊ അവളുടെ കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ മോതിരം നോക്കി, ഞാൻ നല്ല രസമുണ്ടല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് വെച്ച്. പിന്നെ ഞാൻ എന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു. ഭയങ്കര കുറെ നാൾക്ക് കാണണതിന്റെ ഇതില് ഞാൻ കുറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു അവളോട്. അതെനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. എന്റെ വിശപ്പിന്റെ പ്രാർത്ഥന കൊണ്ടാണെന്ന് അറിഞ്ഞൂടെ ഫുഡ് അപ്പൊ തന്നെ വന്ന്. അപ്പൊ ഞങ്ങളിത് ഓർഡർ ചെയ്ത മസാല ദോശ ഇതാണ്. മസാല ദോശയും അതിന് ആ ചമ്മന്തി, വൈറ്റ് ചമ്മന്തിയാണ് എനിക്ക് ഇഷ്ടം. മറ്റു ചമ്മന്തി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തു. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ആണ്. പിന്നെ അഫോർഡബിളും കൂടിയാണ്. വലിയ ബാക്കി മസാല ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ വെച്ച് കുറച്ച് അഫോർഡബിൾ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കോഫിയും നല്ല കോഫിയാണ്. നല്ല ഫിൽട്ടർ ചെയ്തൊരു നല്ല കോഫിയാണ്. അപ്പൊ അടിപൊളിയായിരുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള ഹോട്ടൽ അഭിരാമിയിലാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടം മസാല ദോശയാണ്. അപ്പൊ എന്റെ കഴിച്ചു കഴിഞ്ഞ് അവള് സ്ലോ മോഷൻ കളിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കണേണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ബില്ല് വന്നപ്പോഴാണ് ഗൈസ് അതിന് GST 5% GST വരുന്നത്. ഈ CGST എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് ആണ്. അതായത് കേന്ദ്ര ഗവൺമെന്റിന് 4.67 രൂപ. SDC സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ്, കേരള ഗവൺമെന്റ് ടാക്സ് ആണ്. വീഡിയോ പേടി 4.67 രൂപ. നമ്മൾ 2 മസാല ദോശ വെച്ചിട്ടാണ് നമ്മൾ ഹിമാലയ ടാക്സ് വെച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കി. അപ്പൊ ഒരു ദിവസം എത്ര സമരം ചെയ്യണം ഗൈസ്? GST വേണ്ടി സമരം ചെയ്യണം. ബൈ ഗൈസ്. പിന്നെ ഞാൻ അവളെയും പറഞ്ഞു വിട്ട് നേരെ ഞാൻ എന്റെ ബസ്സിൽ പോയി കയറി. പോണ ടൈമിൽ ഞാൻ എന്റെ വേറൊരു കൂട്ടുകാരത്തിനെയും കണ്ട്. പിന്നെ അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് അനു. ഇവളെയും ഞാൻ ഇടക്കിടക്കിനെ കാണുള്ളൂ. വല്ലപ്പോഴും ബസ്സിൽ കാണണം. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ഡാൻസിന് പോണത്. അപ്പോഴും ഞാൻ കാണും. അല്ലാതെ നമ്മൾ അങ്ങനെ കണ്ടുമുട്ടാറില്ല. ഇടക്കിടക്ക് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ.